ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 3. തീയണയാതെ മണിപ്പൂർ. സ്വന്തം വീടും ജോലിയും ജീവിതകാല സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് പലായനം ചെയ്ത ലക്ഷത്തിലേറെ പേർ. സ്കൂളുകളും കോളേജുകളും തൊഴിലിടങ്ങളും തകർക്കപ്പെട്ട് വിദ്യാഭ്യാസവും തൊഴിലും നിഷേധിക്കപ്പെട്ട പതിനായിരങ്ങൾ. വോട്ടവകാശം പോലുമില്ലാതെ മാസങ്ങളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾ. ഒരു വിഭാഗത്തിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന പോലീസ്. ഒരു വർഷം പിന്നിട്ടിട്ടും തീയണയാതെ മണിപ്പൂർ കലാപത്തിൻ്റെ ശേഷിപ്പുകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുകയാണ്. ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവർ ലോകത്തിനു മുന്നിൽ അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി സൃഷ്ടിച്ചത് ഭരണ നേതൃത്വമാണ്. സംഘപരിവാർ പിന്തുണയിൽ നടന്ന ഗുജറാത്തിന് സമാനമായ മണിപ്പൂരിലെ വംശഹത്യയ്ക്ക് കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകളുടെ പിന്തുണയാണ് വളമേകിയത്. മണിപ്പൂരിൽ ഭരണവാഴ്ച പൂർണ്ണമായും തകർന്ന ഒരു വർഷമാണ് പിന്നിടുന്നത്. 2 ലോക്സഭാ മണ്ഡലമുള്ള മണിപ്പൂരിലെ ഒരു മണ്ഡലത്തിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സ്ഥിതിയുണ്ടായി. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മണ്ഡലത്തിൽ 2 ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ്തികളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ 2021 മെയ് 3 കലാപവും കൊള്ളിവയ്പും ആരംഭിച്ചത്. ക്രിസ്ത്യൻ വിശ്വാസികളായ കുക്കി, നാഗ ഗോത്രങ്ങളെ ഇംഫാൽ താഴ്വരയിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള മെയ്തി വിഭാഗത്തിൻ്റെ നീക്കമായിരുന്നു കലാപത്തിന് പിന്നിൽ. മുമ്പേ തയ്യാറാക്കിയ പദ്ധതി നടപ്പാക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു BJP നിയന്ത്രണത്തിലുള്ള മെയ്തി വിഭാഗം. ഒരു വർഷത്തിനിടയിൽ 250-ലേറെ പേർ കൊല്ലപ്പെട്ടു. 1200-ഓളം പേർക്ക് പരിക്കേറ്റു. 360 ക്രിസ്ത്യൻ പള്ളി ഉൾപ്പെടെ 386 ആരാധനാലയവും 4786 വീടും തകർത്തു. 65,000 പേർ പലായനം ചെയ്തു. നൂറുകണക്കിന് ഗ്രാമങ്ങൾ നാമാവശേഷമാക്കി. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം തകർക്കപ്പെട്ടിരിക്കുകയാണ് ആദിവാസി വിഭാഗമായ കുക്കികളുടെ ജീവിതം. വിദ്യാഭ്യാസവും തൊഴിലും തേടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താഴ്വരയിലേക്ക് വന്ന കുക്കികൾ തിരികെ വനമേഖലയിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ടു. മണിപ്പൂർ ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മെയ്തികളെയും കുക്കികളെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ കഴിയാത്ത വിധം ശത്രുക്കളാക്കി മാറ്റി. സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ 2 സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തി തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയായിരുന്നു സംഘപരിവാർ പിന്തുണയോടെ ആരംഭായ് തെങ്കോൽ, മെയ്തി ലിബുൺ സായുധ തീവ്രവാദി സംഘങ്ങൾ. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഊർജം പകർന്നു. BJP നേതാവ് ബിരേൻ സിംഗ് നിലവിൽ മെയ്തികളുടെ മാത്രം മുഖ്യമന്ത്രിയായി മാറി. തുടക്കം മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളായിരുന്നു പ്രതിസ്ഥാനത്ത്. കലാപം 3 മാസം പിന്നിട്ടപ്പോൾ മണിപ്പൂരിൽ ഭരണവാഴ്ച പൂർണ്ണമായും തകർന്നെന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്കു നേരെ നടന്ന ക്രൂരമായ ബലാത്സംഗങ്ങളെ ന്യായീകരിക്കാൻ മണിപ്പൂരിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും വാദം. ഒരു സംസ്ഥാനം കലാപത്തിൽ കത്തുമ്പോഴും മൗനം പൂണ്ട പ്രധാനമന്ത്രി മോദി 76 ദിവസത്തിനു ശേഷമാണ് 2 വാചകത്തിൽ മുതലക്കണ്ണീർ പൊഴിച്ചത്. മണിപ്പൂർ വർഗീയ കലാപത്തിനിടെ 2 കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കാൻ പോലീസ് കുറ്റവാളികൾക്ക് കൂട്ടുനിന്നതായി ഇപ്പോൾ CBI തന്നെ കണ്ടെത്തി. നഗ്നരാക്കി നടത്തപ്പെട്ട സ്ത്രീകളും ഒപ്പമുണ്ടായിരുന്ന പുരുഷനും അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസ് വാഹനത്തിൽ അഭയം തേടിയപ്പോൾ അവരെ അക്രമികൾക്ക് പോലീസ് എറിഞ്ഞുകൊടുക്കുകയായിരുന്നുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതോടെയാണ് CBI അന്വേഷണത്തിന് മോദി സർക്കാർ തയ്യാറായത്. വിദ്വേഷം വിതച്ച് വിഭജിച്ച് അധികാരം കൊയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്ന RSS BJP തന്ത്രത്തിൻ്റെ സൃഷ്ടി കൂടിയായിരുന്നു മണിപ്പൂർ കലാപം. ഗുജറാത്തിലെ പോലെ വംശഹത്യയിലൂടെ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്ത് മണിപ്പൂരിനെ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണശാലയാക്കുകയായിരുന്നു സംഘപരിവാർ. യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും വെളിയിലേക്ക് വരുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കലാപത്തിന് ഉത്തരവാദികളായവർ വംശീയതയുടെയും അപരമത വിദ്വേഷത്തിൻ്റെയും പരകോണിൽ നിന്നുകൊണ്ട് നിരന്തരം വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് മുതൽ മോദിയും കൂട്ടരും വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തുന്നത്. മണിപ്പൂരിനെ സമാധാന വഴിയിലെത്തിക്കാനും സംഘപരിവാറിൻ്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിനുമെതിരെ മതനിരപേക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയമാണിത്.